അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത EK വിഭാഗത്തിലെ ഒരു പണ്ഡിതനായിരുന്നു നാട്ടികവി മൂസ മുസ്ലിയാർ. അദ്ദേഹത്തെക്കുറിച്ച് EK സമസ്തക്കാർക്ക് പറയാൻ 1000 നാവാണ്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു എന്നും മുജാഹിദുകളുടെ പേടി സ്വപ്നമായിരുന്നു എന്നും അങ്ങനെ പലതും അവർ പറഞ്ഞു വെക്കാറുണ്ട്. ആ നാട്ടികവി മൂസ മുസ്ലിയാർ നബിദിനമാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു മുഖാമുഖത്തിൽ കൊടുക്കുന്ന ഒരു മറുപടി കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം കേൾക്കാം. അദ്ദേഹം പച്ചക്കളവ് വെച്ച് കാച്ചുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. നമുക്കതൊന്ന് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം ഇസ്ലാം മത പ്രബോധനം നടത്തി. ഒരിക്കൽ പോലും നബിദിനം കൊണ്ടാടിയിട്ടില്ല. നബിദിനം ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല. സ്വഹാബാക്കൾ ആരും നബിദിനം കൊണ്ടാടിയിട്ടുമില്ല. പൂർവിക പ്രവാചകന്മാരുടെ ജന്മദിനം കൊണ്ടാടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുകയോ പറയുകയോ ചെയ്യാത്ത ഒരു കാര്യം നാം എന്തിന് തുടർന്നു കൊണ്ടുപോകണം? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തിനടക്ക് ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, പൂർവീകരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ വലിയ വിവരം വേണം. അവരാരും ചെയ്തതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ഉള്ള വിവരം മതി. രണ്ടും രണ്ട് വിവരമാണ്. അങ്ങനെ ഒന്ന് തീരെ ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ വളരെ വലിയ വിവരം വേണം. എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ഓരോരുത്തർക്കും അവരവരുടെ അറിവ് മതി. ഒരാളുടെ അറിവിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ 23 കൊല്ലക്കാലത്തെ പ്രവാചക ജീവിതത്തിനിടയിൽ പിന്നെ സഹാബത്ത് തന്നെ 1,00,000-ലധികം സഹാബത്തുണ്ട്. അവരിൽ ഓരോരുത്തരുടെയും ജീവിതത്തിനിടയിൽ അങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഈ ബൃഹത്തായ ചരിത്രവും ഹദീസും ലക്ഷക്കണക്കായ ദശലക്ഷക്കണക്കായ ഹദീസും ആയിരക്കണക്കായ ചരിത്ര ഗ്രന്ഥങ്ങളും വായിച്ച് ഒരടിക്ക് കമ്പ്യൂട്ടറിൽ ഹാജരാക്കുന്നത് പോലെ മനസ്സിൽ ഹാജരാക്കാനുള്ള ഊർമ്മി, അറിവും വിവരമൊക്കെ വേണം. അത്ര വലിയ വിവരമുള്ള ഒരാള് ഇന്നോട് ചോദിക്കാൻ മാത്രം ചെറുതാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല. അങ്ങനെ ഉണ്ടല്ലോ ഒന്നും. അത്ര വലിയ വിവരമുള്ള ഒരാള് എന്നോട് ചോദിക്കാൻ മാത്രം ചെറുതാവുമെന്ന് ഞാൻ വിചാരിക്കില്ല. നമുക്ക് അത്ര വലിയ വിവരമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത് ഒരു മര്യാദക്കളാണ്. എന്റെ അറിവിലും ശ്രദ്ധയിലും പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് മര്യാദ. ഇനി നമുക്ക് വിഷയം പറയാം. അത് ചോദിക്കണ രീതി ഇനി മേലൊരു മുഖാമുഖം ഉണ്ടാകുമ്പോൾ അങ്ങനെ ചോദിക്കലാണ് നല്ലത്. സൗകര്യം പോലെ ചെയ്തോളൂ. അദ്ദേഹത്തിന്റെ മര്യാദ ഉപദേശം നമ്മൾ കേട്ടല്ലോ. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയലാണ് മര്യാദ. അതല്ലാതെ ആഘോഷിച്ചിട്ടില്ല. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ അതിന് മാത്രം അറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. അങ്ങനെ എന്നെക്കാളും വലിയ അറിവുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ എന്നോട് വന്ന് ചോദ്യം ചോദിക്കാമോ എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിന്റെ സംസാരം പോകുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കാം. എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. നമ്മളങ്ങനെ നിഷ്കർഷിക്കണമൊന്നുമില്ല. അങ്ങനെ നല്ലത് മര്യാദ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലല്ല, തങ്ങൾ എല്ലാ ആഴ്ചയും നബിദിനം കൊണ്ടാടി. നമ്മളിപ്പോ കൊല്ലത്തിലുള്ളത്, മറ്റേത് ആഴ്ചയിലാണ്. നമുക്കത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഴ്ചയിൽ നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്. അത് നമുക്കും സുന്നത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ കൊല്ലത്തിലാണ് ആഘോഷിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഴ്ചയിൽ നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്. ബാക്കി പറയട്ടെ. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും ജന്മദിനങ്ങൾക്ക്, അതാണ് നബിദിനം തന്നെ, ജന്മദിനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള എല്ലാ നബിമാരും. ആദം നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനത്തിന്റെ കാര്യം നോക്കൂ. സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ദിനം വെള്ളിയാഴ്ചയാണ്. തങ്ങൾ അതിന് പറഞ്ഞ ഒരു കാരണം ഫീഹി ഖുലിഖ ആദമു, അന്നാണ് ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. ഒരു കാരണം അതാണ്, ആദം നബിന്റെ ജന്മദിനാണ്. വെള്ളിയാഴ്ചക്ക് മഹത്വം ഉണ്ടായത് ജന്മദിനായതുകൊണ്ടാണ്. അതാ മഹത്വത്തിന് കാരണം. അല്ലാതെ മഹത്വമുള്ള വെള്ളിയാഴ്ച ആദം നബിക്ക് ജന്മം നൽകിയെന്നല്ല. വെള്ളിയാഴ്ചക്ക് മഹത്വമുള്ളതുകൊണ്ട് അന്ന് ആദം നബിക്ക് ജന്മം നൽകിയതല്ല, ജന്മം നൽകിയതുകൊണ്ട് മഹത്വം കിട്ടിയതാണ്. ആ പറച്ചിൽ വ്യത്യാസമുണ്ട്. ജന്മം നൽകിയതെന്ന് മാത്രം ആ പറച്ചിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ.
അതുപോലെ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കാൻ ഉപദേശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന് എന്റെ ജന്മദിനാണ്, ആ ജന്മദിനത്തെ അനുസ്മരിക്കാനാണ്. മാത്രമല്ല തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചത് കാരണം നരകാവകാശിയായ അബൂലാബിന് പോലും തിങ്കളാഴ്ച ദിവസം നരകശിക്ഷയിൽ ലഘൂകരണം അനുഭവിക്കുന്നു. മോചനമല്ല, ലഘൂകരണം. അത് ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചതാ കാരണം. സഹാബത്തിന്റെ താബികളുടെ പൂർവികരുടെ കാലത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. അവർ ജന്മദിനം ആഘോഷിച്ചിരുന്നു എന്ന് മാത്രമല്ല, മൗലൂദിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. താബികളിൽ പ്രമുഖനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് 300-ലധികം സഹാബിവര്യന്മാരോട് സഹബത്തിട്ടുണ്ട്. അവരിൽ തന്നെ 60 പേർ ബദറിൽ പങ്കെടുത്തവരായിരുന്നു. അവരോടൊപ്പം ജീവിച്ച അദ്ദേഹം സഹാബത്തിനോടൊപ്പം എന്ന് പറഞ്ഞത് സഹാബത്തിന്റെ കാലശേഷം പറഞ്ഞതല്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവത്തിന്റെ കാലവും അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിന്റെ താരീഖും പരിശോധിച്ചാൽ ബോധ്യമാകും. അവരോടൊപ്പം ജീവിക്കുന്ന ഹസൻ ബസ്രി പറഞ്ഞത്, എനിക്ക് ഉഹദ് പർവ്വതത്തോളം സ്വർണം ലഭിച്ചാലും പ്രവാചകരുടെ മൗലൂദിന് വേണ്ടി അത് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ ആ കാലം മുതൽക്ക് ഈ ഏർപ്പാടുണ്ടായിട്ടല്ലേ. എന്നാൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഇത് മുദഫർ രാജാവിന്റെ കാലത്തുണ്ടായതാണ്, നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം ഉണ്ടായതാണ്. തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണക്ക് ഒരു കാരണമുണ്ട്. അങ്ങനെ ആരോ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. പാടിയവർക്കും പറഞ്ഞവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ശരിയല്ല. എന്തുകൊണ്ട്? മുദഫർ രാജാവിന്റെ കാലത്തുണ്ടായിരുന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണം അദ്ദേഹം 1000-കണക്കിൽ ആട്, 10,000-കണക്കിൽ കോഴി അറുത്ത് മൗലൂദിന്റെ പേരിൽ രാജകീയ സദ്യ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് അദ്ദേഹമാണ്. അദ്ദേഹം മൗലൂദിന്റെ തുടക്കക്കാരനല്ല, കേവല സദ്യയുടെ തുടക്കക്കാരനല്ല, രാജകീയ സദ്യയുടെ തുടക്കക്കാരൻ മാത്രമാണ്. ഹസൻ ബസ്രി ആവട്ടെ ഉഹദ് മലയോളം സ്വർണം കിട്ടിയാലും മൗലൂദിന് വേണ്ടി ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ മുദഫർ രാജാവിനെക്കാണ് വലിയ സദ്യ ഉണ്ടാക്കാൻ ഹസൻ ബസ്രിക്ക് മോഹം. ലഭിച്ചാൽ ചെലവഴിക്കുമായിരുന്നു, ലഭിച്ചില്ല ചെലവഴിച്ചില്ല. അങ്ങനെയുള്ള നമ്മൾ അലിഫിൽ പഠിച്ചത്. ലഭിച്ചാൽ ചെലവാക്കുമായിരുന്നു, ലഭിച്ചില്ല ചെലവഴിച്ചില്ല. അതുകൊണ്ട് നേരത്തെ ഇങ്ങനെ സമ്പ്രദായമില്ല എന്നത് ചരിത്രപരമായ വിവരദോഷമാണ്, ചരിത്രപരമായ മണ്ടത്തരല്ല. ചരിത്രപരമായ വിവരദോഷമാണ്. നേരത്തെ ഇങ്ങനെ മൗലൂദ് സമ്പ്രദായം, നബിദിനാഘോഷ പരിപാടികൾ ഇല്ല എന്ന ആക്ഷേപം. പിന്നെ വൈവിധ്യങ്ങൾ വന്നിരിക്കാം. അത് നിങ്ങളിങ്ങനെ 3 കൊടിയുള്ള ഒരു കുബ്ബ ആലേഖനം ചെയ്ത കൊടി കെട്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ മൈക്ക ഉപയോഗിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. അതിനെ വിശദീകരിക്കാൻ വേണ്ടി ചേർന്ന സദസ്സിൽ ഫാൻ കറങ്ങിയിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കുറെ വൈവിധ്യങ്ങളൊക്കെ പ്രയോഗത്തിൽ വന്നിട്ടുണ്ട്. തത്വവും പ്രയോഗവും നമ്മൾ ആലോചിക്കണല്ലോ. തത്വം ഇത് നേരത്തെ ഉള്ളതാണ്, പ്രോത്സാഹനമുള്ളതാണ്. പ്രയോഗത്തിൽ അതാത് കാലങ്ങളിൽ ചില വൈവിധ്യങ്ങളൊക്കെ വന്നു എന്നത് ശരിയാണ്. ആ വൈവിധ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ മുഖാമുഖവും. ആ വൈവിധ്യങ്ങളിൽപ്പെട്ടതാണ് ഈ സ്റ്റേജും ഈ മൈക്കും ഈ ഫാനും ഒരാൾ ചോദിക്കലും മറ്റേയാൾ പറയലൊക്കെ. ഈ തത്വം നേരത്തെ ഉള്ളതാണ്, പ്രയോഗവൽക്കരണത്തിലുള്ള വൈവിധ്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ആശയം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടികവി മൂസ മുസ്ലിയാര് മുജാഹിദുകളുടെ പേടി സ്വപ്നം പറഞ്ഞത് നമ്മൾ കേട്ടു. പ്രവാചകൻ തന്നെ തുടക്കം കുറിച്ചു. പ്രവാചകൻ ആഴ്ചയിൽ ബർത്ത്ഡേ ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്, അത് നമുക്ക് സുന്നത്താണെന്ന് മൂപ്പർ പറഞ്ഞു. പിന്നെ പറഞ്ഞത് അബൂൽഹബിന്റെ കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഹസനുൽ ബസരി താബിയാണ്, അദ്ദേഹം സഹാബാക്കളുടെ കൂടെ തന്നെ നബിദിനം ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മൗലിദ് സദസ്സുണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ തുടങ്ങി, സഹാബാക്കൾ തുടങ്ങി, താബിയിൽ തുടങ്ങി, അങ്ങനെ ഇങ്ങോട്ട് എല്ലാവരും നബിദിനമാഘോഷം ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടുവരികയാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. ഇനി പ്രവാചകനും സഹാബാക്കളും തബവുകളുമൊന്നും ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിവരദോഷമാണ് എന്നും കൂടി അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു വെച്ചു. ഇനി നമ്മളൊരു വിവരദോഷിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ആരാണ് വിവരദോഷി? സിംസാറുൽ ഹക്ക് ഉദവി എന്ന് പറയുന്ന വിവരദോഷിയെ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. സഹോദരങ്ങളെ, വിവരദോഷിയുടെ വിവരക്കേട് നമ്മൾ കേട്ടു. പ്രവാചകന് സഹാബാക്കളും തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. അതൊരു വിവരക്കേടാണ് എന്നാണ് നാട്ടികവി മൂസ മുസ്ലിയാർ മുജാഹിദുടെ പേടി സ്വപ്നം പറഞ്ഞു വെച്ചത്. ഒന്നുകൂടി നമുക്ക് നാട്ടികവി മൂസ മുസ്ലിയാർ പറയുന്നത് കേൾക്കാം. ഇല്ല എന്നത് ചരിത്രപരമായ വിവരദോഷമാണ്, ചരിത്രപരമായ മണ്ടത്തരല്ല. ചരിത്രപരമായ വിവരദോഷമാണ്. നേരത്തെ ഇങ്ങനെ മൗലൂദ് സമ്പ്രദായം, നബിദിനാഘോഷ പരിപാടികൾ ഇല്ല എന്ന ആക്ഷേപം. പിന്നെ സിംസാറുൽ ഹക്ക് ഉദവി വിവരദോഷിയാണ് എന്ന് ബോധ്യപ്പെട്ടു.
നമുക്ക് അടുത്ത വിവരദോഷിയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സുന്നി വോയിസ്. സുന്നി വോയിസിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന് എഴുതിക്കൊണ്ട് ഒരു ഹെഡിങ് കാണാം. അതിന്റെ ചുവടെ കാണുന്നതാണ് എന്താണ്? അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുതായി ഉണ്ടാക്കിയതാണ്, പുത്തനാചാരമാണ്. എന്നിട്ടോ തുടർന്ന് പറയുന്നുണ്ട്, ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത്. അപ്പോ അടുത്ത വിവരദോഷി ആരാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല. അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്, ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത് എന്ന് കൃത്യമായി ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന് ഹെഡിങ്ങിൽ തന്നെ ആര് കൊടുക്കുന്നു? സുന്നി വോയിസ് കൊടുക്കുന്നു. സഹോദരങ്ങളെ, അടുത്ത വിവരദോഷിയെ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ആരാണ് അടുത്ത വിവരദോഷി? കെ മുഹമ്മദ് കുഞ്ഞി മൗലവി താവ മുഹമ്മദ് കുഞ്ഞിയാണ് അടുത്ത വിവരദോഷി. അദ്ദേഹം പറഞ്ഞല്ലോ, അത് പറഞ്ഞത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഇത് മുസഫർ രാജാവിന്റെ കാലത്തുണ്ടായതാണ്, നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം ഉണ്ടായതാണ് തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണക്ക് ഒരു കാരണമുണ്ട്. അങ്ങനെ ആരോ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. പാടിയവർക്കും പറഞ്ഞവർക്കും ഒക്കെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ശരിയല്ല. ആ താവ മുഹമ്മദ് കുഞ്ഞിയുടെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 3-ാമത്തെ ഭാഗമാണിത്. അതിന്റെ 50-ാമത്തെ പേജിൽ ഇങ്ങനെ പാടി പറഞ്ഞു തരികയാണ്. എന്താണ്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം വാള്യമിൽ നോക്കേണ്ടതാ. അപ്പോ ഹലബി 1-ാം വാള്യത്തിൽ സഖാവി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് എന്നും അത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് വിവരദോഷമാണ് എന്നല്ലേ നാട്ടികവി മൂസ മുസ്ലിയാർ പറഞ്ഞത്, മുജാഹിദുകളുടെ പേടി സ്വപ്നം പറഞ്ഞത്? എന്താണ്? ഈ പറയുന്ന പുസ്തകത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ച സഖാവി ഒരു വിവരദോഷിയാണ്. ഇനി ആ കാര്യം പാടിപ്പറഞ്ഞ് നമ്മളിലേക്ക് എത്തിത്തന്ന കെ മുഹമ്മദ് കുഞ്ഞി അഥവാ താവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എന്ന് പറയുന്ന ഈ പണ്ഡിതൻ, സമസ്തയുടെ പണ്ഡിതൻ, അദ്ദേഹം ഒരു വിവരദോഷിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. സഹോദരങ്ങളെ, ഇനി അടുത്തൊരു വിവരദോഷിയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. തെളിച്ചം മാസിക 2011 ഫെബ്രുവരിയിൽ. അതിൽ പറയുന്നത് എന്താണ്? റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിന ആഘോഷം കൊണ്ടാടുന്ന രീതി സഹാബാക്കളുടെ കാലത്തോ ഉത്തമ നൂറ്റാണ്ടുകളിലോ ഉണ്ടായിരുന്നില്ലെന്നത് ശരിയാണ്. അപ്പോ അടുത്ത വിവരദോഷിയെ നമ്മൾ കണ്ടു. തെളിച്ചം മാസികയാണ് അടുത്ത വിവരദോഷി. ഇനിയും നിരവധി വിവരദോഷികളെ നമുക്ക് ഇതുപോലെ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത്. ഇപ്പോ ഇവിടെ നാട്ടികവി മൂസ മുസ്ലിയാർ, അതായത് മുജാഹിദുകളുടെ പേടി സ്വപ്നം പറഞ്ഞു വെച്ചത്, പ്രവാചകൻ തന്നെയാണ് തുടക്കം കുറിച്ചത്. പ്രവാചകൻ ആഴ്ചയിൽ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹാബാക്കൾ ആഘോഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹസനുൽ ബസരി ആഘോഷിച്ചിട്ടുണ്ട്. അതുപോലെ അബൂലഹബിന്റെ കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതും അദ്ദേഹം തെളിവായി പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പുസ്തകങ്ങളും ഈ പറയുന്ന മുസ്ലിയാരും ഈ പറയുന്ന പണ്ഡിതനും ഒക്കെ നിങ്ങളുടെ ആളുകൾ തന്നെയാണ്. ഞങ്ങളുടെ വക ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ കാര്യം മാത്രമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്? അദ്ദേഹം പറഞ്ഞത്, ദീനിൽ ഒരു പുത്തനാചാരം ഉണ്ടാക്കുകയും എന്നിട്ട് അതിന് പുണ്യമുണ്ട്, മഹത്വമുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്താൽ മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കുക. പ്രവാചക സ്നേഹം എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. കാരണം മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനവരാശിക്ക് ആകമാന മാർഗദർശനം നൽകാൻ അള്ളാഹു നിയോഗിച്ച മഹാനായ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഇഷ്ടമാണ് മഹാനായ നമ്മുടെ നേതാവിനെ. പ്രവാചകനെ സ്നേഹിക്കാത്തവന്റെ വിശ്വാസം പൂർത്തിയാകില്ല എന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ് നാം. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നുള്ളത് സഹാബാക്കളിൽ നിന്ന് നമ്മൾ മാതൃക ഉൾക്കൊണ്ട് പ്രവാചകനെ എങ്ങനെയാണോ സഹാബാക്കൾ സ്നേഹിച്ചത് അതുപോലെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you for watching this video. Media Focus is a Malayalam Islamic YouTube channel. Please subscribe to this channel. Jazakumallahu khairan.